ഹായ് ഹലോ, ഞാൻ ഡോക്ടർ ഉണ്ണിമായ. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ആയിട്ട് ഞാൻ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേര് എന്നോട് ചോദിച്ചൊരു സംശയം, അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് പലരും ധരിച്ചു വെച്ചിരിക്കുന്ന ഏറ്റവും വലിയ ശുദ്ധ മണ്ടത്തരം ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. അതായത് പലരും ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു പൊട്ട ബുദ്ധി എന്ന് പറയുന്നത് ഇതാണ്. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ വെറുതെ ഇരുന്ന് ചിന്തിച്ചാൽ അല്ലെങ്കിൽ വെറുതെ ഇരുന്ന് എഴുതി കൂട്ടിയാൽ എന്ത് കാര്യവും നേടാൻ പറ്റുന്ന ഒരു മാജിക് ആണെന്ന് പലരും വിചാരിച്ചു വെച്ചിട്ടുണ്ട്. അത് വെറും വിഡ്ഢിത്തം മാത്രമാണ്, അല്ലെങ്കിൽ ശുദ്ധ മണ്ടത്തരം മാത്രമാണ്. അങ്ങനെ എവിടുന്നെങ്കിലും നിങ്ങൾ ഏതെങ്കിലും വീഡിയോയിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും മോട്ടിവേഷണൽ സ്പീക്കർ പറഞ്ഞതായോ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അത് ശുദ്ധ മണ്ടത്തരമാണ് എന്ന് മനസ്സിലാക്കാം. നമുക്ക് ഒരിക്കലും വർക്ക് ചെയ്യാതെ ഒന്നും ലഭിക്കാൻ പോകുന്നില്ല. നമുക്ക് എന്ത് വേണമെന്ന് അറിയൂ, ഹാർഡ് വർക്ക് ചെയ്യണം. ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു മനസ്സ് വേണം. ഇപ്പോൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ, അപ്പം നിങ്ങൾ ചോദിക്കും പിന്നെന്തിനാ ലോ ഓഫ് അട്രാക്ഷൻ, പണിയെടുത്താൽ പോരെ എന്ന് ചോദിക്കും. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് ആദ്യമേ പറഞ്ഞു തന്നു, വിശ്വസിച്ച് ചോദിക്കുന്നത് എന്തും ലഭിക്കും എന്നുള്ള ഒരു വിശ്വാസമാണ് നിങ്ങളിലേക്ക് ഉണ്ടാക്കി തരേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ ട്രസ്റ്റ് വേണമെന്ന് ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങളോട് പറയുന്നു. രണ്ടാമത്തെ കാര്യം നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും ലക്ഷ്യമുണ്ടെങ്കിൽ നിങ്ങൾ അത് തന്നെ ഡ്രീം ചെയ്തുകൊണ്ടിരിക്കുക എന്ന് നിങ്ങളോട് പറയുന്നു. ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു ഡ്രീം ഉണ്ട്, അത് തന്നെ നിങ്ങൾ സംഭവിച്ചു കഴിഞ്ഞതായിട്ട് നിങ്ങൾ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിന്റെ ഇച്ഛാശക്തി വർദ്ധിക്കുകയാണ്. ഈ ലോകത്ത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളത് എന്താണെന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയും, നിങ്ങളുടെ മനസ്സാണ്. ഈ ലോകത്തെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒന്ന് നിങ്ങളുടെ മനസ്സാണ്. അതിന് നിങ്ങളെ എങ്ങനെ വേണമെങ്കിലും മാറ്റിമറിക്കാൻ പറ്റും. എന്തും നിങ്ങൾക്ക് നേടിത്തരാൻ പറ്റും. നിങ്ങളെ എങ്ങോട്ടേക്ക് വേണമെങ്കിലും അതിനെ ട്വിസ്റ്റ് ചെയ്യാൻ പറ്റും. അത്ര പവർഫുൾ ആയിട്ടുള്ള ഒരു വെപ്പൺ എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സാണ്. നിങ്ങളെ അതിനൊരു ക്രൂരനാക്കാൻ പറ്റും, ഒരു നല്ല മനുഷ്യനാക്കാൻ പറ്റും, എന്തും ആക്കാൻ പറ്റും. ഓക്കെ, ആ മനസ്സിനെ നിങ്ങളെങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങളുടെ ലൈഫ് ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ലൈഫിലെ ഒരു നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട സത്യം എന്ന് പറയുന്നത്. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇത്ര മാത്രമാണ്. അതായത് നിങ്ങൾക്ക് എന്തും ആഗ്രഹിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ എന്തും ആഗ്രഹിക്കാം. ചില ആൾക്കാരുണ്ട് ആഗ്രഹിക്കുന്നത് ഒരു തെറ്റാണെന്ന് വിചാരിച്ചു വെക്കുന്ന ആൾക്കാരുണ്ട്. അതായത് നമ്മളൊക്കെ പാവപ്പെട്ട ആൾക്കാരാണ്, നമ്മളൊന്നും അങ്ങനെ വലിയ സ്വപ്നങ്ങൾ കാണാൻ പാടില്ല, നമ്മളങ്ങനെ വലിയ വലിയ കാര്യങ്ങൾ ആഗ്രഹിക്കാൻ പാടില്ല എന്ന് തിങ്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയല്ല, ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇതാണ്. നിങ്ങൾ ഏത് സാഹചര്യത്തിലാണെങ്കിലും, നിങ്ങളുടെ ഏത് വ്യക്തിയാണെങ്കിലും നിങ്ങൾക്ക് വലിയ വലിയ ഡ്രീം സ്വപ്നം കാണാം, നിങ്ങൾക്ക് ആഗ്രഹിക്കാം, നിങ്ങൾക്ക് എന്തും ആഗ്രഹിക്കാം. നിങ്ങൾക്ക് വേണ്ട കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഇച്ഛാശക്തി വർദ്ധിപ്പിക്കുക എന്നുള്ളത് ലോ ഓഫ് അട്രാക്ഷൻ പറഞ്ഞു തരും. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടന്നതായിട്ട് വിശ്വസിക്കുകയും അത് തന്നെ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇച്ഛാശക്തി വർദ്ധിക്കും. അതായത് നിങ്ങൾക്ക് അത് എങ്ങനെയെങ്കിലും നേടണം എന്നുള്ളൊരു മനസ്സ് വരും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ വഴികൾ നിങ്ങളിലേക്ക് എത്തുന്നത് കാണാം. നിങ്ങൾക്ക് അതിൻ്റെ വഴികൾ തുറന്നു വരുന്നത് കാണാം. ആ വഴികൾ പ്രോപ്പറായിട്ട് ഉപയോഗിക്കുക. അവിടെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ആ ലക്ഷ്യത്തിലേക്ക് എളുപ്പത്തിൽ എത്താൻ കഴിയുമെന്നാണ് ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നത്. അല്ലാതെ വെറുതെ ഇരുന്ന് ചിന്തിച്ചു കൂട്ടിയത് കൊണ്ടോ വെറുതെ ഇരുന്ന് എഴുതി കൂട്ടിയത് കൊണ്ടോ ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല. അത്തരത്തിലാണ് ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നതെങ്കിൽ അത് ശുദ്ധ മണ്ടത്തരമാണെന്ന് ആദ്യം മനസ്സിലാക്കുക. ഈ പറയുന്ന പോലെ നമ്മൾക്ക് സ്വപ്നങ്ങൾ കാണാനുള്ള അവകാശങ്ങളുണ്ട്. സ്വപ്നങ്ങൾ കാണാം, അത് നടന്നതായിട്ട് സങ്കല്പിക്കുന്നതിലൂടെ ഇച്ഛാശക്തി വർദ്ധിപ്പിക്കാം. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക. അത് നിങ്ങൾക്ക് സ്പീഡിൽ, അതായത് എളുപ്പത്തിൽ നിങ്ങൾക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയും. ഇനി ഇതിൻ്റെ മറ്റൊരു ട്രിക്ക് കൂടെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ സക്സസ്ഫുള്ളായി കാണുന്ന ഏതൊരു മനുഷ്യനോടും പോയി ചോദിച്ചു നോക്കൂ. അയാൾ ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണെങ്കിൽ അയാളിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കും, ഫെയിലിയർ. അതായത് തോറ്റവൻ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഈ തോൽവിയിൽ ഒരാൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു വലിയ സ്വപ്നത്തിലേക്ക് എത്താൻ വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ തോൽവി ഉണ്ടാവും, ഉറപ്പായിട്ട് നിരാശയുണ്ടാവും, മടുപ്പുണ്ടാവും, ഇട്ടിട്ട് പോവാൻ തോന്നുന്ന ഒരു മാനസികമായിട്ടുള്ള ഫ്രസ്ട്രേഷനിലേക്ക് അവർ എത്തിയിട്ടുണ്ടാവും. പക്ഷേ ഈ പറയുന്ന രീതിയിൽ ലോ ഓഫ് അട്രാക്ഷനിലൂടെ നിങ്ങൾക്ക് ഇച്ഛാശക്തി വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, ഇച്ഛാശക്തി നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോൽവിയിൽ അവിടെ ഇരിക്കാൻ കഴിയില്ല, മടുപ്പിൽ ഇട്ടേച്ചു പോകാൻ തോന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യും, വീണെടുത്ത് നിന്ന് എഴുന്നേറ്റ് മുന്നോട്ട് പോകുന്നുള്ളത് ഗ്യാരണ്ടിയാണ്. അതാണ് ലോ ഓഫ് അട്രാക്ഷനിലൂടെ നിങ്ങൾ എത്തുന്ന ഒരു മാനസികമായിട്ടുള്ള തലം എന്ന് പറയുന്നത്. അതായത് മെന്റലി നിങ്ങൾ എന്താവുന്നു, ഒരു പോസിറ്റീവ് തിങ്കിങ് ഉള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് മാറുകയാണ് ലോ ഓഫ് അട്രാക്ഷനിലൂടെ ചെയ്യുന്നത്. ഓക്കെ,
അപ്പം നിങ്ങൾക്കിത് വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരുപാട് പേര് ഈ ഒരു തെറ്റിദ്ധാരണ കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അത്തരത്തിലുള്ള സംശയം എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചതുകൊണ്ട് തന്നെയാണ് ഇത് ക്ലിയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത്. അപ്പം എന്തായാലും നിങ്ങൾക്ക് ഇത് വ്യക്തമായി എന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വലിയേറെ അഭിപ്രായങ്ങളോ സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെ ടാറ്റാ ബൈ ബൈ, സീ യു.